റോങ് നമ്പർ. ഏത് വാതിലാ? സ്വർഗത്തിന്റെ വാതിലോ അതോ നരകത്തിന്റെ വാതിലോ? അങ്ങനാണല്ലേ. എന്നതാ ഈ നരകത്തിന്റെ വാതിൽ. മട്ടുപ്പാവിൽ നിന്ന് വെറുതെ പാതിരാക്കാറ്റ് കൊള്ളാതെ വന്ന് വാതിൽ തുറക്കടി. അതെ, അമ്മച്ചി ഉണത്തല്ലേ? ഇവന്റെ ഒരു കാര്യം. കർത്താവിന് സ്തുതി. താന്തോന്നിക്ക് താഴികക്കുടം വെച്ച ഒരുത്തി ഈ തറവാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് വല്ലപ്പോഴും കഥക് തുറന്നു തരാൻ ഒരാളായി. പടി ചവിട്ടിപ്പോകരുതെന്നാണ് അമ്മച്ചിയുടെ ഓർഡർ. അങ്ങനെയാണെങ്കിൽ പടി ചവിട്ടാതെ കയറാം. അവിടെ നിന്ന് സർക്കസ് കളിക്കാതെ കള്ളും പുറത്ത് കയറി വന്നിട്ട് ആനപ്പുറത്ത് കയറുവന്ന വിചാരം. നിനക്കത് പറയാം, പക്ഷെ ഞാൻ എന്റെ അമ്മച്ചിക്ക് വാക്ക് കൊടുത്ത ഈ പടി ചവിട്ടുകയലാന്ന്. ആ സ്ഥിതിക്ക് ഈ പടി ചവിട്ടാതെ എങ്ങനെ അകത്തോട്ട് കയറാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ചവിട്ടിയിട്ടില്ല അമ്മച്ചി, അന്ന് കൊച്ചു ഈ പടി ചവിട്ടിയിട്ടില്ല. മകനെ കാണാത്തതിന്റെ ദണ്ണം മരണം വരെ സഹിച്ചോളാന്ന് അമ്മച്ചി പറഞ്ഞു. അത് അമ്മച്ചിയുടെ കാര്യം. പക്ഷെ ഈ മകന്റെ ദണ്ണം അതിമാൻ തന്നെ സഹിക്കണമല്ലോ. അതുകൊണ്ടൊന്ന് കണ്ടേച്ച് പോവാന്ന് വിചാരിച്ചു. വിരോധമില്ലെങ്കിൽ കൊച്ചുനകത്തോട്ട്. മറ്റുള്ളവരെയും കൂടെ ഉണർത്തി അമ്പ് പെരുന്നാളിന് നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാടാ. ആശ്വാസമായി. ചോറിലോട്ട് വെള്ളമൊഴിച്ച് കാണുമെന്നറിയാം. അതുകൊണ്ട് ഒരു 5-6 കാന്താരി മുളക് ബാക്കിയുണ്ട്. ഇതൊന്ന് ചമ്മന്തി അരച്ച് ചെന്നാലും മതി. ഞാൻ കഞ്ഞി കുടിച്ചോളാം, നല്ല വിശപ്പുണ്ട്. അതുകൊണ്ടാണ്. എന്നതാണെന്ന് വെച്ചാ അമ്മച്ചിയുടെ പൊന്നുമോനങ്ങ് തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചാ മതി. ഓ, അങ്ങനെ അന്നെ അങ്ങനെ. അടുക്കള അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? കാറ്റു പറഞ്ഞതും ഇതെന്നാ പറ്റി? അമ്പ് പെരുന്നാളാണെന്നാണല്ലോ അമ്മച്ചി പറഞ്ഞത്. ഇതിപ്പോ എല്ലാം കൂടെ കണ്ടിട്ട് ഒരു ബലി പെരുന്നാളിന്റെ മൂടുണ്ടല്ലോ. ഇനി എന്റെ ശല്യം സഹിക്കവേദ വല്യമ്മാവനെങ്ങാനും മതം മാറി. എന്നതേലും ആവട്ടെ. കർത്താവിനുള്ളത് കർത്താവിന്, സീസറിനുള്ളത് കൊച്ചുകുഞ്ഞിന്. അമ്മച്ചിയായിട്ട് എന്റെ മോന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ. അമ്മച്ചി തന്നെ വിളമ്പിത്തരാം. തല്ലിയാലും ആട്ടി ഓടിച്ചാലും അമ്മച്ചിയുടെ ദണ്ണം മനസ്സിലാക്കി കയറി വന്നല്ലോ എന്റെ കുഞ്ഞ്. അമ്മച്ചി ഇന്നൊരൽപ്പം സെന്റിമെന്റലാണല്ലോ. അങ്ങനാന്നേ അങ്ങോട്ടിരുന്നേ. കൊച്ചുകുഞ്ഞിന്റെ കൈ കൊണ്ട് ഒരു ഉരുള ഉണ്ടിട്ട് മതി കൊച്ചുകുഞ്ഞിന്. ഒരുക്കം നടക്കുക. പിന്നെ കൊച്ചുകുഞ്ഞ് കള്ളുകൂടി നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് തരാന്ന് പറഞ്ഞ ഓഫർ ഒന്നും മറക്കരുത്. ഞാൻ റെഡി. എടാച്ചുവേ, എത്ര മണിക്കാടാ ഫസ്റ്റ് പെഗ്? ഫസ്റ്റ് പെഗ്ഗാ? ഓ അങ്ങനെ. കൃത്യം 10 മണിക്ക് സാക്ഷാൽ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞ് ആദ്യ പെഗ്ഗടിച്ച് ബാർ ഉദ്ഘാടനം ചെയ്യണമെന്ന അവരുടെ അപേക്ഷ. ദാ ഇപ്പോഴും വിളിച്ചത് അവരാ. എന്നാ സമയങ്ങൾ നമുക്ക് ഇറങ്ങാൻ പറ്റേ. എടാച്ചുവേ, എന്ത്? ഞാൻ കുറെ പ്രാവശ്യം നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചത്. എന്തോന്ന്? ഈ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ചില്ലറ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാടില്ലേ? അല്ല, ഇവന്മാർക്കിപ്പോ ഈ ബാർ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഇത്രയ്ക്ക് നിർബന്ധമുള്ള സ്ഥിതിക്ക് നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചാലെന്താ? വല്ല പൈസയോ കുപ്പിയോ ആയിട്ട് ഒരു തുക. അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇത്രയും കാലം കണ്ണിക്കണ്ട ബാറായ ബാർ മുഴുവൻ കയറി ഇറങ്ങി കുടിച്ചുണ്ടാക്കിയ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിന്റെ മാർക്കറ്റ് വാല്യൂ കൊച്ചുകുഞ്ഞ് വേണ്ടെന്ന് വെച്ചാലും ഈ അച്ചു പിടികയില രൂപ 1-2 അല്ല 500 രൂപയാണ്. എത്ര? അല്ല 50,000 ഞാൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി കൂട്ടിക്കൊടുക്കാനും അവര് തയ്യാറാ. എന്നതാ? അല്ല കൂട്ടിത്തരാനും അവര് തയ്യാറെന്ന് പറയായിരുന്നു. അങ്ങനെ അത് വേണ്ട. ഒരാദ്യത്തെ ഇടപാടെന്ന നിലയ്ക്ക് ഇത് തന്നെ ധാരാളമാണ്. എന്നാ പിന്നെ ഇറങ്ങിയല്ലേ? ശരിക്കും മോനെ, തിരക്കിനിടയിൽ അമ്മച്ചി മറന്നുപോയതാ. നല്ല അരിനെല്ലിക്ക ഉപ്പിലിട്ടതാ. ഇപ്പൊ ഇതെന്തിനാ അമ്മച്ചി? അല്ല, അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒന്ന് തൊട്ടുകൂട്ടാൻ. ടച്ചിങ്സ്. കള്ളു കുടിക്കാൻ പോകുന്ന മകന് ടച്ചിങ്സ് എടുത്തു കൊടുക്കുന്ന ലോകത്തെ ആദ്യത്തെയും അവസാനത്തെയും അമ്മ, ദ ലാസ്റ്റ് മദർ. തന്നോളൂ, ഇനി ഇറങ്ങാം. പിന്നെന്താ? ഓവറാക്കണ്ട. പ്ലാൻ വല്ലതും പൊളിഞ്ഞ എന്നെ മോർച്ചറി വന്ന് കാണേണ്ടി വരും അമ്മച്ചി. പതിയെത്തിരിക്ക്. ഒരു മനുഷ്യ ജീവി ഇവിടെ ഉണ്ടാ.
കെട്ടിടവും പരിസരവും കുറച്ച് പഴകിയതാണല്ലോ. ശരിക്കും. പക്ഷെ അടിക്കുന്ന സാധനം പുതിയതാ. Oh, yes, come. Thank you. Welcome. താങ്ക് യു. I'm Dr. Thomas Vaidyan. കൊള്ളാം. ഡോക്ടർക്ക് ഈ പേര് MBBS കിട്ടിയതിന് ശേഷം ഇട്ടതാണോ അതോ ജനിച്ചപ്പോഴേ വൈദ്യരാണോ? You are naughty. ഇത് ഞങ്ങളുടെ കുടുംബ പേരാണ്. വരണം. Please do come. ഇതേതായാലും നന്നായി. ഒരു ബാറിൽ ഒരു ഡോക്ടർ വളരെ അത്യാവശ്യമാണ്. ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് എന്തൊക്കെ അസുഖമുള്ളവന്മാരെ ഇവിടെ വെച്ച് കയറാൻ വരുന്നത്. അതിലൊരുത്തന് ഷുഗർ ഒന്ന് ഡൗൺ ആയ വല്ല പഞ്ചസാര വെള്ളമോ മുട്ടായോ കലക്കി അണ്ണാക്കിലോട്ട് കൊടുക്കാൻ ഒരു ഡോക്ടർ വേണ്ടേ? ശരിക്കും നമുക്ക് പെട്ടെന്ന് അകത്തോട്ട് കയറാം. ഓക്കേ. എനിക്ക് മദ്യം ചോദിച്ചിട്ട് എത്ര നേരമായി. എനിക്ക് കുടിച്ചു മരിക്കണം. അച്ചു, അത് ഈ വെളുപ്പങ്കലത്തെ അടി തുടങ്ങുന്ന വെളിച്ചപ്പാടാ. സാധനം കിട്ടാഞ്ഞിട്ട ഈ വെപ്രാളം. നീ പെട്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച അയാൾ അടങ്ങും. അയ്യോ, നീ എളുപ്പം നിർവഹിക്കോ. നല്ല ചൂട്. ഞാൻ മരിക്കാൻ പോകുന്നു. മോചനം ഡി അഡിക്ഷൻ സെന്റർ. എന്നതാണ് ആ മുഖത്ത് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഒരു പരിഭ്രമം. ഇത്ര പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിച്ചാലേ നിന്നെ പോലെ ഒരു താന്തോന്നിയെ ഇതുപോലെ സ്ഥലത്ത് പൂട്ടിയിടാനൊക്കത്തുള്ളൂ. മതി നിന്റെ കൂടി. മര്യാദയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ ഈ ഡോക്ടർ നല്ല മയക്കുവെടി വയ്ക്കും. ആണോ? എന്നതായാലും താങ്ക്സ്. വെൽക്കം. നന്ദിയുണ്ട് എല്ലാവരോടും. താങ്ക് യു. അടിച്ച് പൂക്കുറ്റിയായി രാത്രി കയറി കിടക്കുമ്പോഴും പിന്നീട് രാവിലെ 10 മണിക്ക് ശേഷം അതിന്റെ ഹാങ് ഓവറിൽ എഴുന്നേൽക്കുമ്പോഴും 1000 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ ഈ നശിച്ച വെള്ളമടിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലെന്ന്. പക്ഷെ ഇന്ന് സംഭവിപ്പിച്ചു. ഗോഡ്സ് ഗ്രേസ് മോനെ. അച്ചുവേ, നന്നായിടാ. ഒരു ബാർ ഉദ്ഘാടനത്തിന്റെ കെട്ടുകഥ ഉണ്ടാക്കി ഒരു അച്ചുതണ്ടായി നീ ഇതിന് കൂട്ടുന്നത് വളരെ നന്നായി. ശരിക്കും വൈദ്യം പറയൂ, ഡോക്ടർ പറയൂ. ഈ ഒരു ബോഡിയിൽ നിന്നും ആൽക്കഹോളിന്റെ കണ്ടന്റ് പൂർണ്ണമായി ഒഴിവാക്കാൻ ഉദ്ദേശം എത്ര നാൾ ഞാൻ വൈദ്യരോട് ഡോക്ടറോട് സഹകരിക്കേണ്ടി വരും? It's a silly job for me. You are young and fresh. ഏറിയാൽ ഒരു മാസം, 1 month. 1 month ആയിക്കോട്ടെ. 1 മാസമെങ്കിൽ 1 മാസം. കുഞ്ഞമ്മാവ, നെൽസ, അച്ചു, എന്റെ അമ്മച്ചിയോട് പറയണം, ഇന്നേക്കൊരു മാസം കഴിഞ്ഞ് വെള്ളമടിയനല്ലാത്തവനായി കൊച്ചുകുഞ്ഞ് വടക്കൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന്. ശരിക്കും ശരിക്കും